ഉദ്യത്തോടിദിവാകരാഭമനിശം ശംഖം ഗദാം പങ്കജം ചക്രം ബിഭ്രതമിന്ദിരാവസുമതീ സംശോഭിപാർശ്വദ്വയം കോടീരാംഗദഹാരകുണ്ടലധരം പീതാംബരം കൗസ്തുഭോ ദീപ്തം വിശ്വധരം സ്വവക്ഷസിലസത് ശ്രീവത്സഛിന്നം ഭജേ. അനിതര സാധാരണമായ ദർശനക്രമത്താൽ സവിശേഷമാർന്ന ഒരു ദേവസ്ഥാനമാണ് കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. വെളുപ്പിന് 2 മണിക്ക് ക്ഷേത്രനട തുറന്ന് ഭഗവത് ദർശനം നൽകി വരുന്ന തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദക്ഷിണ ഭാരതത്തിലെ പ്രധാനപ്പെട്ട വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. കോട്ടയം നഗരത്തിൽ നിന്നും കുമരകൻ റൂട്ടിൽ 7 കിലോമീറ്റർ അകലെ തിരുവാർപ്പ് എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നാഗമ്പടത്തു നിന്നും തിരുനക്കരയിൽ നിന്നും ഇവിടേക്ക് ബസ് സർവീസുകൾ ലഭ്യമാണ്. ജലഗതാഗത മാർഗം ഉപയോഗിച്ച് വേമ്പനാട് കായലിലൂടെ കുമരകത്തെത്തി അവിടെ നിന്നും റോഡ് മാർഗവും ക്ഷേത്രത്തിലെത്തിച്ചേരാം. കോട്ടയമാണ് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ. ത്രിമൂർത്തികളിൽ ഒരാളായ മഹാവിഷ്ണുവാണ് തിരുവാർപ്പ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയെങ്കിലും കംസവധം കഴിഞ്ഞ് കോപവും വിശപ്പും കൊണ്ട് അവശനായ ശ്രീകൃഷ്ണനായാണ് ഇവിടുത്തെ ദേവതാ സങ്കല്പം. പുലർച്ചെ 2 മണിക്ക് നട തുറന്ന് ശ്രീകൃഷ്ണ ഭഗവാന് അഭിഷേകം നടത്തി ഉഷപായസവും നേദിക്കുന്നു. കംസവധത്തിനു ശേഷം അതിയായ വിശപ്പും ക്രോധവുമായി വന്ന ശ്രീകൃഷ്ണന് അമ്മ യശോദ ഉഷപായസം നൽകിയാണ് വിശപ്പ് ശമിപ്പിച്ചത് എന്നതാണ് ഇതിനു പിന്നിലെ ഐതിഹ്യം. തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രത്യേകതകളിൽ ഒന്നത്രേ ക്ഷേത്രഗോപുരവാതിലിൽ സൂക്ഷിച്ചിരിക്കുന്ന കോടാലി. ഏതെങ്കിലും സാഹചര്യത്തിൽ പുലർച്ചെ 2 മണിക്ക് താക്കോൽ കൊണ്ട് ക്ഷേത്രനട തുറക്കാൻ സാധിച്ചില്ലെങ്കിൽ കോടാലി കൊണ്ട് വെട്ടിപ്പൊളിച്ച് ഭഗവാന് നിവേദ്യം നൽകണം എന്നതാണ് ഇതിനു പിന്നിലെ കാരണമായി പറയപ്പെടുന്നത്. സവിശേഷമാർന്ന പൂജാവിധികളാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത. മറ്റുള്ള ദേവീദേവന്മാർക്ക് മുമ്പ് ഉഷപായസം കഴിക്കുന്ന തിരുവാർപ്പിലപ്പൻ ഉച്ചയ്ക്ക് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തി അവിടുത്തെ പ്രസിദ്ധമായ പാൽപായസം കഴിക്കുമെന്നാണ് വിശ്വാസം. കൂടാതെ രാത്രി തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തി ഉപ്പുമാങ്ങ കഴിക്കുമെന്നും ഉള്ള വിശ്വാസവും നിലനിൽക്കുന്നു. തന്മൂലം ഇവിടെ ഉച്ചപൂജയും അത്താഴപൂജയുമെല്ലാം നേരത്തെയാണ്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അത്താഴപൂജ കഴിഞ്ഞാണ് ഇവിടെ ദീപാരാധന നടത്തിപ്പോരുന്നത്. സാധാരണ ക്ഷേത്രങ്ങളുടേതിൽ നിന്നും വിഭിന്നമായി ഗ്രഹണസമയം ക്ഷേത്ര ശ്രീകോവിലിൽ പൂജകൾക്ക് തടസ്സമാകില്ല. ഗ്രഹണസമയത്ത് വിശേഷാൽ പൂജ തന്നെ ഇവിടെ നടത്തിപ്പോരുന്നു.
1500 വർഷങ്ങൾക്ക് മേൽ പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിന് മഹാഭാരതവുമായുള്ള ബന്ധവും കൽപ്പിക്കപ്പെട്ടുവരുന്നു. പുലർച്ചെ 2 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെയുമാണ് ഇവിടുത്തെ ദർശന സമയം. ഉഷപായസമാണ് തിരുവാർപ്പ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. അരി, ശർക്കര, നെയ്യ്, വാഴപ്പഴം, ഉണങ്ങിയ തേങ്ങ എന്നിവയാണ് ഉഷപായസത്തിലെ പ്രധാന ചേരുവകൾ. പ്രധാന ദേവനോടൊപ്പം ഗണപതി, ശിവൻ, ദുർഗ, ശാസ്താവ്, സുബ്രഹ്മണ്യൻ, നാഗദൈവങ്ങൾ തുടങ്ങിയ ഉപദേവന്മാരും ഇവിടെ കുടികൊള്ളുന്നു. മേടമാസത്തിലെ വിഷുനാളിൽ കൊടിയേറി 10-ാം ഉദയത്തിന് ആറാട്ട് വരത്തക്ക വിധമുള്ള 10 ദിവസത്തെ ഉത്സവമാണ് തിരുവാർപ്പിലേത്. ഗുരുവായൂർ ക്ഷേത്രത്തെ കൂടാതെ ആനയോട്ടം നടക്കുന്ന ക്ഷേത്രമെന്ന ഖ്യാതിയും തിരുവാർപ്പിനുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ആരാധനാ സവിശേഷതകൾ കൊണ്ടും പൂജാവിധികൾ കൊണ്ടും പ്രസിദ്ധമായ തിരുവാർപ്പിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഭക്തർക്ക് സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്ത് കുടികൊള്ളുന്നു. തിരുവാർപ്പിൽ നിന്നും മടങ്ങുന്ന ഭക്തർക്ക് ചെന്നെത്താവുന്ന സമീപ പ്രദേശത്തെ പ്രശസ്തമായ ക്ഷേത്രങ്ങളാണ് തിരുനക്കര മഹാദേവ ക്ഷേത്രം, കുമാരനല്ലൂർ ദേവീക്ഷേത്രം എന്നിവ.